ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും ആഗ്രഹം കാണും, എന്താണ്, ഒരിക്കലെങ്കിലും ഭഗവാനെ ഒന്ന് നേരിട്ട് കാണണമെന്ന്, അല്ലേ? അപ്പോൾ നമ്മൾ പറയും, നമ്മളെ സഹായിക്കുന്നവരാണ് ഈശ്വരൻ, മാതാപിതാക്കളാണ് ഈശ്വരൻ, ഇതൊക്കെ പറയും. ഈ പ്രകൃതി തന്നെയാണ് ഈശ്വരൻ, ഇങ്ങനെയൊക്കെ പറയും. എങ്കിലും നമ്മൾ ഭഗവാന്റെ ആ വർണ്ണനകളൊക്കെ കേൾക്കുമ്പോൾ, ഭഗവാന്റെ ആ അഭൗമ്യമായ ആ സൗന്ദര്യത്തെ പറ്റി ഒക്കെ നമ്മളിങ്ങനെ വർണ്ണിക്കുമ്പോൾ, നമ്മൾ നമ്മുടെ അന്തരംഗത്തിൽ ഭഗവാന്റെ ആ തിരുരൂപം കാണും. അപ്പോൾ നമ്മൾ ആലോചിക്കും, ഭഗവാനെ എന്നെങ്കിലും ഒരിക്കൽ ഈ രൂപത്തോടു കൂടി അങ്ങ് എൻ്റെ മുമ്പിൽ വരാമോ, ഒന്ന് വന്നിരുന്നെങ്കിൽ, ഇങ്ങനെയൊക്കെ ആലോചിക്കും. നമുക്ക് കാണാൻ സാധിക്കുമോ ഈശ്വരനെ? എല്ലാവർക്കും കാണാൻ സാധിക്കും. നമുക്ക് എങ്ങനെയാണ് ഈശ്വരനെ കാണാൻ സാധിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരിക്കൽ ശ്രീല പ്രഭുപാദർ ലോസ് ഏഞ്ചലസിൽ വെച്ചിട്ട് ഒരു പ്രഭാഷണം നടത്തുന്നു. ആ സമയത്ത് ജനങ്ങൾ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഈശ്വരനെ കാണിച്ചു തരാമോ? ഇങ്ങനെ ജനങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഉത്തരം പറഞ്ഞു, ഉണ്ട്, ഞാൻ ഈശ്വരനെ കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും അദ്ദേഹത്തെ കാണാം, ആർക്കും കാണാം. പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയുണ്ടായിരിക്കണം. മോട്ടോർ കാറിന് എന്തെങ്കിലും ഒരു തകരാറുണ്ടെന്ന് വിചാരിക്കുക, അത് ഓടുന്നില്ല. എല്ലാവരും കാറ് കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ഒരു മെക്കാനിക്ക് അതിനെ കാണുന്നത് വ്യത്യസ്ത രീതിയിലാണ്. കൂടുതൽ ധാരണയോടെ മോട്ടോർ കാറിനെ നോക്കിക്കാണാനുള്ള യോഗ്യത അയാൾ നേടിയിട്ടുണ്ട്. അതിനാൽ നഷ്ടപ്പെട്ട ഭാഗങ്ങൾ അയാൾ പുനഃസ്ഥാപിക്കുന്നു. അതോടെ കാർ ഓടാൻ തുടങ്ങുന്നു. കേവലം ഒരു മെഷീൻ നോക്കിക്കാണാൻ ഇത്രയൊക്കെ യോഗ്യതകൾ വേണമെന്നിരിക്കെ, ഒരു യോഗ്യതയും നേടാതെ തന്നെ ഈശ്വരനെ ദർശിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. എന്തു മഠയത്തരമാണിത്, അല്ലേ? അദ്ദേഹം ഇങ്ങനെ ഒരു ഉദാഹരണം പറയുകയാണ്. നമുക്ക് കാറുണ്ട്. ആ കാറിനൊരു പ്രശ്നം വരുമ്പോൾ നമുക്കത് അറിയില്ല, വണ്ടി ഓടുന്നില്ല, എന്തോ ഒരു തകരാറ് സംഭവിച്ചിരിക്കുന്നു, ഇത്ര മാത്രമേ നമുക്കറിയുള്ളൂ. എന്നിട്ട് നമ്മളൊരു മെക്കാനിക്കിനെ വിളിച്ചുകൊണ്ട് വരുന്നു. മെക്കാനിക്ക് അത് നോക്കി എന്താണ് അതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞു തരുന്നു. എന്നിട്ട് അത് റിപ്പയർ ചെയ്യുന്നു, കാർ ഓടുന്നു. അപ്പോൾ മെക്കാനിക്കിന് ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ചില പരിശീലനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അയാൾക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റിയത്. നമുക്ക് ആ പരിശീലനമില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നറിയാതെ നമ്മളിങ്ങനെ വിഷമിക്കും. എന്നിട്ട് വീണ്ടും അദ്ദേഹം പറയുകയാണ്, ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ എല്ലാവർക്കും ദൃശ്യനല്ല. എൻ്റെ ശക്തി, അതായത് യോഗമായ, എന്നെ അവരുടെ വീക്ഷണത്തിൽ നിന്നും മറച്ചു വെക്കുന്നു. അപ്പോൾ ഒരു സംശയം തോന്നും, ഈശ്വരൻ എന്താ മായാജാലക്കാരനാണോ? ഈശ്വരൻ ചില പ്രത്യേക ആളുകളുടെ മുമ്പിൽ മാത്രമേ പ്രത്യക്ഷപ്പെടത്തുള്ളൂ, എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടത്തില്ലേ? ഇങ്ങനെ വീണ്ടും സംശയം തോന്നാം. അതിനു വേണ്ടിയിട്ട് മറ്റൊരു ഉദാഹരണം പറയുന്നു. ഒരിക്കൽ ഒരു ഭാഗവത സപ്താഹ യജ്ഞം നടക്കുകയാണ്. പാരായണം തൊഴിലാക്കിയിട്ടുള്ള ഒരാൾ ഭാഗവതം വായിക്കുകയായിരുന്നു. സർവ്വവിധത്തിലുള്ള രത്നാഭരണങ്ങളും അണിഞ്ഞാണ് കൃഷ്ണൻ പശുക്കളെ മേയ്ക്കാൻ കാട്ടിൽ പോകുന്നതെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു കള്ളനുണ്ടായിരുന്നു. അയാൾ വിചാരിച്ചു, വൃന്ദാവനത്തിലെത്തി ഈ പയ്യനെ കൊള്ളയടിച്ചാൽ എന്താണ്? വിലപ്പെട്ട രത്നങ്ങളുമായി അവൻ പശുവിനെ മേയ്ക്കാൻ പോകുന്നു. ആ സമയം ആ രത്നങ്ങളൊക്കെ തട്ടിയെടുക്കാം. ഇതായിരുന്നു അയാളുടെ ഉദ്ദേശം. ഗൗരവമായി തന്നെ അയാൾ ചിന്തിച്ചു, ആ പയ്യനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. അപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് എനിക്ക് കോടീശ്വരനാകാം. ഇത് കള്ളൻ്റെ മനോഭാവമായിരുന്നു. അതായിരുന്നു
അയാളുടെ യോഗ്യതയും. എനിക്ക് കൃഷ്ണനെ കാണണം, കണ്ടേ പറ്റൂ. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അയാൾ വൃന്ദാവനത്തിൽ എത്തുന്നു. അങ്ങനെ ആ കാട്ടിലൂടെ എവിടെയാണ് കൃഷ്ണൻ എന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നു. അങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നതിനിടയിൽ അയാൾ കൃഷ്ണനെ കാണുന്നു. അപ്പോൾ ആ കള്ളൻ പറയുകയാണ്, ഹായ്, നീ എന്തു നല്ല കുട്ടിയാണ്. അവൻ കൃഷ്ണനെ സ്തുതിക്കാനായി തുടങ്ങുന്നു. അങ്ങനെ മുഖസ്തുതിയിലൂടെ രത്നങ്ങളൊക്കെ തട്ടിയെടുക്കാമെന്നായിരുന്നു ആ കള്ളൻ്റെ വിചാരം. തുടർന്ന് അവൻ തൻ്റെ യഥാർത്ഥ വ്യാപാരം തുടങ്ങി. നീ വളരെ സമ്പന്നനാണല്ലോ, ഈ രത്നങ്ങളിൽ ചിലത് ഞാൻ എടുത്തോട്ടെ, ഇങ്ങനെയൊക്കെ കൃഷ്ണനോട് ചോദിക്കുന്നു. അപ്പോൾ കൃഷ്ണൻ പറയുകയാണ്, ഇല്ലില്ല, ഞാൻ തരില്ല, അമ്മ കോപിക്കും, ഇത് തരാൻ പറ്റില്ല. കൃഷ്ണൻ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അഭിനയിക്കുകയായിരുന്നു. അപ്പോൾ കൃഷ്ണന്റെ അടുക്കൽ നിന്ന് ആ രത്നങ്ങൾ നേടുന്നതിനായി കള്ളൻ കൂടുതൽ സാമർഥ്യം കാണിച്ചു. പക്ഷേ കൃഷ്ണന്റെ സമ്പർക്കം കൊണ്ട് അയാൾ പവിത്രീകരിക്കപ്പെടുകയായിരുന്നു. ഒടുവിൽ കൃഷ്ണൻ പറയുകയാണ്, ശരി, ഇതെടുത്തുകൊള്ളുക. അതോടെ കള്ളൻ ഒരു ഭക്തനായി മാറി. കാരണം ഇത്രയും സമയം കൃഷ്ണനുമായി സമ്പർക്കത്തിൽ ഉണ്ടായിരുന്നതിൻ്റെ ഫലമായി അയാൾ പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ ഏതു വിധത്തിലെങ്കിലും കൃഷ്ണനുമായി സമ്പർക്കത്തിലാകണം എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മളും ശുദ്ധീകരിക്കപ്പെടും. അതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണുന്നതിനുള്ള ആകാംക്ഷയ്ക്ക് മറ്റൊരു ഉദാഹരണമുണ്ട്. ഗോപികമാർ. കൃഷ്ണന്റെ അംഗലാവണ്യത്തിൽ ആകൃഷ്ടരായാണ് ഗോപികമാർ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നത്. അവർ യുവതികളായിരുന്നു. കൃഷ്ണൻ അതീവ സുന്ദരനും. കൃഷ്ണന്റെ അടുത്തു വരുമ്പോൾ അവർ യഥാർത്ഥത്തിൽ കാമാർത്തരായിരുന്നു. എന്നാൽ അവരെല്ലാം തികഞ്ഞ ഭക്തരായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നും തിരിച്ചു പോയത്. ഗോപികമാരുടെ ഭക്തിക്ക് സമാനമായി മറ്റൊരു ഭക്തിയുമില്ല. കാരണം അവർ ഹൃദയവും ആത്മാവും കൊണ്ട് കൃഷ്ണനെ ശരണം പ്രാപിച്ചു. ഇത് ഭഗവാനെ കാണുന്നതിനുള്ള മറ്റൊരു ഉദാഹരണമാണ്. ഇനി ഒരു ഉദാഹരണം പറയാം. കംസനും ശിശുപാലനുമൊക്കെ ഭഗവാന്റെ കയ്യാൽ മരണം പ്രാപിച്ചവരാണ്. അതിനുശേഷം അവർക്ക് മോക്ഷം ലഭിച്ചു എന്നും പറയുന്നുണ്ട്. കംസന് ഭഗവാനോട് വൈരാഗ്യമായിരുന്നു. അതുപോലെ തന്നെയാണ് പൗണ്ഡ്രകനും. ഇവർക്കൊക്കെ ഭഗവാനോട് വൈരാഗ്യമായിരുന്നു. ഒരു പക്ഷേ ഞാനും നിങ്ങളുമൊക്കെ ഭഗവാനെ പറ്റി ചിന്തിക്കുന്നതിനേക്കാൾ വളരെ കൂടുതൽ സമയവും അവരൊക്കെ ഭഗവാനെ പറ്റി ചിന്തിച്ചുകൊണ്ടേയിരുന്നു. കാരണം ഒരു യുക്തിവാദിയായിരിക്കും ഏറ്റവും കൂടുതൽ ഈശ്വരനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എപ്പോഴും അയാൾ ഈശ്വരൻ ഇല്ല എന്ന് എങ്ങനെ മറ്റുള്ളവരെ പറഞ്ഞു ധരിപ്പിക്കാം, അവരെ എങ്ങനെ മനസ്സിലാക്കിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒരു ഭക്തനായ ഒരു മനുഷ്യൻ, അതല്ലെങ്കിൽ നമ്മളെപ്പോലെ ഈശ്വരവിശ്വാസികളായിരിക്കുന്ന ആളുകൾ ഈശ്വരനെ പറ്റി ചിന്തിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ സമയം ഇവർ ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കാലക്രമേണ അവർക്കും എന്തുണ്ടാകും? ഈശ്വരനോട് അറിയാതെ ഒരു സ്നേഹമുണ്ടാകും. അതുകൊണ്ടാണ് കംസനായാലും ഏറ്റവും കൂടുതൽ സമയം ഭഗവാനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് അവസാനം ഭഗവാന്റെ കയ്യാൽ തന്നെ മരണപ്പെടുകയും അവസാനം മോക്ഷത്തിൽ എത്തുകയും ചെയ്യുന്നത്. തീർച്ചയായിട്ടും കംസനായാലും പൗണ്ഡ്രകനായാലും ശിശുപാലനായാലും അവരൊക്കെ ഭഗവാനിൽ വിലയം പ്രാപിച്ചു. എന്തുകൊണ്ടാണ്? അവർ കൂടുതലായി അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മനസ്സിന് ഭഗവാനെ കാണണം, ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് കാണാൻ സാധിക്കണം എന്ന് ഭയങ്കരമായി നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ, ആ ചിന്തയുണ്ടായാൽ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മുടെ മുമ്പിൽ ഇന്നല്ലെങ്കിൽ നാളെ പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും. അതെ, ഭഗവാനെ കാണുവാനായി നമ്മൾ അത്യധികമായി ആഗ്രഹിക്കുക. അതുമാത്രമാണ് ഏക വഴി. ഈ ജീവിതം കൃഷ്ണനെ കാണാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. പന്നിയോ നായയോ ആയിത്തീരാനുള്ളതല്ല. ഈശ്വര ദർശനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ ഈ ജീവിതം എന്ന് ചിന്തിക്കുക. നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തുക.
ഭക്തജനങ്ങളുമായിട്ടുള്ള സഹകരണം ഉറപ്പാക്കുക, ഭഗവാനെ പറ്റി ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നതിനായിട്ട് ശ്രമിക്കുക. നമ്മൾ പറയും, മുറിവൈദ്യനാണ് ഏറ്റവും അപകടകാരി. ഒന്നും അറിയാത്തവനും കുഴപ്പമില്ല, എല്ലാം അറിയുന്നവനും തെറ്റില്ല. പക്ഷേ മുറിവൈദ്യർ തെറ്റിക്കും. അതുകൊണ്ട് തന്നെ എന്താണോ യാഥാർത്ഥ്യം അത് മനസ്സിലാക്കുന്നതിനായിട്ട് ആര് നമ്മളോട് എന്ത് പറഞ്ഞാലും ഒരു നിമിഷം അത് നമ്മുടെ മനസ്സിലിട്ട് നന്നായിട്ട് കുലുക്കി എന്താണോ ശരി എന്താണോ തെറ്റ് എന്ന് തിരിച്ചറിയാനായി ശ്രമിക്കുക. ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മളെ ശിക്ഷിക്കാനുള്ള ഒരു, പണ്ട് സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ഒരു ക്രൂരനായ ഹെഡ് മാസ്റ്റർ ഒന്നുമല്ല. നമ്മളെ സ്നേഹത്തോടു കൂടി ചേർത്തു പിടിച്ച് ശരിയും തെറ്റുകളും നമുക്ക് മനസ്സിലാക്കി തന്ന് നേരായ വഴിക്ക് നമ്മളെ കൊണ്ടുപോകുന്ന നമ്മുടെ രക്ഷകർത്താവാണ്. നമ്മൾ ഭയങ്കരമായി തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ അടികളൊക്കെ തന്ന് നമ്മളെ നേർവഴിക്ക് കൊണ്ടുപോകുന്ന നമ്മുടെ അച്ഛനും അമ്മയെയും ഒക്കെ പോലെയാണ് ഭഗവാനും. അതല്ലാതെ നമ്മളെ ഉപദ്രവിക്കാൻ നിൽക്കുന്ന ഒരു ദുഷ്ടനായ ഹെഡ് മാസ്റ്റർ അല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്തു നിന്നും ചെറിയ ചെറിയ തെറ്റുകളൊക്കെ സംഭവിച്ചാൽ പോലും ഭഗവാനോട് ആ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഇനി ഒരിക്കലും അത് ആവർത്തിക്കത്തില്ല എന്ന് പറഞ്ഞ് നമസ്കരിച്ച് നമ്മൾ ഭഗവാനെ വിശ്വസിച്ച് ഭഗവാനെ സ്നേഹിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരു രക്ഷകർത്താക്കൾ എങ്ങനെയാണോ നമ്മളോട് ക്ഷമിക്കുകയും സഹിക്കുകയും ഒക്കെ ചെയ്ത് നമ്മളെ ചേർത്ത് പിടിക്കുന്നത്, അതേപോലെ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണനും നമ്മളെ ചേർത്ത് പിടിക്കും. ഈശ്വരനെ കാണണം എന്ന് നമ്മുടെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ടായാൽ ആ ആഗ്രഹം നമ്മൾ ജീവിക്കുന്നതിനോടൊപ്പം നമ്മുടെ കൂടെ വളരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വരനെ നമ്മൾ കാണുക തന്നെ ചെയ്യും. പണ്ട് വിവേകാനന്ദ സ്വാമികളുടെ കഥ നമ്മൾ പഠിക്കുമ്പോൾ വിവേകാനന്ദ സ്വാമികളെ ശ്രീരാമകൃഷ്ണ പരമഹംസർ കാളീദേവിയെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയും. എന്തുകൊണ്ടാണ്? അതാണ് ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം. അങ്ങനെ കാളീദേവിയെ കാണിച്ചു കൊടുത്തതിലൂടെയാണ് ആ ബന്ധം കൂടുതലും ഉറയ്ക്കുന്നത്. അങ്ങനെ ഒരു നല്ല ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും തന്നെ ഭഗവാനെ കാണാനായി സാധിക്കും. എല്ലാവർക്കും നല്ല ഗുരുക്കന്മാരെ കിട്ടില്ല. ആ സമയത്ത് സാക്ഷാൽ പരമാത്മാവായ ശ്രീകൃഷ്ണ ഭഗവാനെ തൻ്റെ ഗുരുവായി സ്വീകരിച്ചുകൊണ്ട് നിരന്തരം ഭഗവാന്റെ കഥകൾ കേൾക്കുക. അപ്പോൾ കഴിഞ്ഞ ഒരു 2 മാസമായി നമ്മൾ ഭാഗവതം കഥാഭാഗത്തിൽ പറയുന്നുണ്ട്. എന്തോരം അറിവുകളാണ് നമുക്കതിനകത്തു നിന്നും കിട്ടിയത്. അത് മുടങ്ങാതെ കേട്ട ആളുകൾക്കെല്ലാവർക്കും തന്നെ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുക തന്നെ ചെയ്യും. അത് ഞാൻ പറഞ്ഞു തരുന്നു, നിങ്ങൾ കേൾക്കുന്നു എന്നുള്ളതല്ല. എങ്ങനെയായാലും നിങ്ങൾക്ക് അത് കേൾക്കാൻ സാധിക്കുന്നത് തന്നെ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ഒരുപാട് ആളുകൾ നമ്മുടെ ലോകത്തുണ്ട്. എല്ലാവർക്കും ഒന്നും ഒരു സപ്താഹയജ്ഞത്തിൽ പങ്കെടുക്കാനോ അത് കേൾക്കാനോ ഒന്നും സാധിക്കുകയില്ല. ഇപ്പോൾ നമ്മൾ തന്നെ ഭാഗവതം, നമ്മളൊരു സപ്താഹയജ്ഞം നടക്കുന്നു, അവിടെ പോയി കുറച്ച് സമയം ഇരിക്കുന്നു, ഉച്ചയ്ക്ക് അന്നദാനമുണ്ട്, അങ്ങോട്ട് പോകുന്നു, അവിടെ ഭാഗവതം വായിക്കുന്ന ആളുകളെ കുറച്ച് കഥകളൊക്കെ പറഞ്ഞു തരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? യോ വൈകുന്നേരം കുഞ്ഞു വരാറായി, എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞ് നമ്മളൊരു 2-2:30 ആകുമ്പോൾ വീട്ടിൽ പോകും അല്ലേ? അപ്പോൾ നമുക്ക് ആ കഥാഭാഗം മുഴുവനായും കേൾക്കാനായിട്ട് പറ്റില്ല. ചിലപ്പോൾ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു പരിചയക്കാരി വരുന്നത്, കുറച്ച് സമയം വർത്തമാനം പറയും. ഇങ്ങനെയൊക്കെ ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും പലപ്പോഴും. പക്ഷെ നമ്മൾ കഥാരൂപത്തിൽ ഭാഗവത കഥകളൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അത് മനസ്സിലായിട്ടുണ്ടാകും. ആ പ്രളയ ദർശനം, പ്രത്യേകിച്ച് ഭഗവാന്റെ സ്വർഗാരോഹണത്തിന് ശേഷമുള്ള ഭാഗങ്ങൾ, ഭഗവാൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് നമ്മളോട് എന്താണ് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയത്, എന്തൊക്കെ ചെയ്യണമെന്നാണ് പറഞ്ഞത്, അതുപോലെ കലിയുഗത്തിലെ ദോഷങ്ങൾ മാറുന്നതിനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി അതേ രീതിയിൽ മുമ്പോട്ട് പോയാൽ തീർച്ചയായിട്ടും
എല്ലാവർക്കും തന്നെ ഈശ്വരനെ കാണാനായിട്ട് സാധിക്കും. ശ്രീല പ്രഭുപാദർ പറഞ്ഞതുപോലെ, ഗുരുജി പറഞ്ഞതുപോലെ തന്നെയാണ്. എന്താണ്, ഒരു മെക്കാനിക്കിന് അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് പോലെ, ഒരു മെക്കാനിക്ക് ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുള്ള യോഗ്യത നേടിയതുപോലെ നമ്മളും ഈശ്വരനെ കാണാനുള്ള യോഗ്യത നേടണം. എന്താണ് ആ യോഗ്യത? നമ്മുടെ ആഗ്രഹം തീവ്രമാക്കുക. തീർച്ചയായിട്ടും ഈ ലോകം തന്നെ നിങ്ങളുടെ കൂടെ ആ ആഗ്രഹം സാധിച്ചു തരാനായി ഉണ്ടാകും. എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക, നിരന്തരം ഭഗവാന്റെ കഥകൾ കേട്ടുകൊണ്ടേയിരിക്കുക. ഹരേ കൃഷ്ണ.